അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മാഷാഅല്ലാ, നമ്മൾ ഇന്ന് പോകുന്നത് ജബലുന്നൂർ കാണാൻ വേണ്ടിയിട്ടാണ്. ജബലുന്നൂറിൽ ഹിറാ ഗുഹയൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഒരുപാട് കാലത്തേറെ ആഗ്രഹമായിരുന്നു ജബലുന്നൂർ കാണാൻ പോവുക, അല്ലെങ്കിൽ ആ ഹിറാ ഗുഹയൊക്കെ കാണാൻ പോവുക എന്നുള്ളത്. കാരണം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം കിട്ടിയ ഒരു സ്ഥലമാണല്ലോ. റസൂലൊക്കെ ഇവിടെ ഈ തിരക്കിൻ്റെ അടിയിൽ നിന്നൊക്കെ പോയി റിലാക്സ് ചെയ്യാൻ പോയിരുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു ഹിറാ ഗുഹ എന്നുള്ള ഇതാണ് ജബലുന്നൂർ എന്ന് പറയുന്നത്. ഒരുപാട് തീർത്ഥാടകർ വന്നു പോകുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്ന സ്ഥലമാണല്ലോ മക്ക, മദീന. ഒരുപാട് ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് യുദ്ധങ്ങൾ, അതുപോലെ നമ്മുടെയൊക്കെ വയലുകളിലും അല്ലെങ്കിൽ പ്രഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലും ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കേട്ട് എന്താ പറയുക, ഒരുപാട് പരിചയമുള്ള സ്ഥലങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന, നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു പ്രത്യേക ഒരു സമാധാനം അല്ലെങ്കിൽ പ്രത്യേക തരം സന്തോഷമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ ഒരു യാത്ര പോകുന്നത് നോമ്പിൻ്റെ സമയത്താണ്. നോമ്പിൻ്റെ സമയത്ത് എടുത്ത വീഡിയോ ആണ്. നോമ്പിൻ്റെ സമയത്ത് രാവിലെ ഈ വെയിൽ കൊണ്ടിട്ട് ഈ ഒരു കയറ്റമൊക്കെ കയറി പോകുന്നത്. അപ്പോൾ അതും എൻ്റെ ഉപ്പയും ഉമ്മയും ഉണ്ടായിരുന്നു, ഒരുമിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഇതൊക്കെ തന്നെ ഈ ഒരു യാത്രക്ക് ഭയങ്കര ഒരു കുളിർമ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഈ നോമ്പ് നോറ്റിട്ടാണെങ്കിലും എത്ര ഹൈറ്റിലാണെങ്കിലും ഇപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ കയറി ചെല്ലാൻ പോലും നമുക്ക് നമ്മുടെ എന്താ പറയുക, ഒരു പ്രത്യേക കഴിവ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു കയറ്റം കയറി നടന്നു പോകുമ്പോൾ ഏതൊരു വിശ്വാസിക്കും ഇതൊരു ത്രില്ല് കിട്ടുന്നത് നമ്മുടെ പരിശുദ്ധ റസൂല് നടന്ന വഴികളാണല്ലോ ഇതൊക്കെ. അല്ലെങ്കിൽ റസൂല് ഇവിടേക്കൊരു ജീവിച്ചിരുന്നതാണല്ലോ. അല്ലെങ്കിൽ റസൂലിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നമ്മൾ അന്നത്തെ കേട്ട സഹാബാക്കളും ഈ റസൂലിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നടന്ന കുറേ സ്ഥലങ്ങളാണല്ലോ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഒരു സ്ഥലമാണല്ലോ റസൂല്. ഇവിടെ ഈ ഒരു മലയിൽ അല്ലെങ്കിൽ ഈ ഒരു ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന സമയത്താണല്ലോ നമുക്ക് ഖുർആനൊക്കെ ഇറങ്ങിയത്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ടാക്കാരം നമ്മൾ ഈ ഒരു കയറ്റം കയറി പോവുക. ഓരോ പടിപടിയായിട്ട് നമ്മളിങ്ങനെ കയറി വരുമ്പോഴും ഈ ഒരു ഇങ്ങനത്തെ എന്താ പറയുക, ഒതുക്കുകളായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. കയറി എന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ ഒരു ഒട്ടാറ് വ്യൂ തന്നെയാണ് കേട്ടോ. ഒരുപാട് ബിൽഡിങ്ങുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ അത് അതിമനോഹരമാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് നോക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു മലയിടുക്കിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. അതുപോലെ നോക്കൂ, ഈ ഒരു കയറ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല കയറ്റം തന്നെ കേട്ടോ. പ്രായമായ ആളുകളൊക്കെ വരുന്നുണ്ട്. എല്ലാവരും അവിടെ കയറിയിട്ട് നല്ല രീതിയിൽ അവിടെ തിരിച്ചു പോരുന്നുണ്ട്. കാരണം ഇസ്ലാമിക ചരിത്രത്തിൽ എത്രയും പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണല്ലോ ഇതൊക്കെ. നമ്മൾ ജബലുന്നൂർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുകളിൽ കാണുന്ന ആ ഒരു സ്ഥലത്ത്, അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. അവിടുന്ന് കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങിയിട്ടാണ്, അവിടെയാണ് നമ്മുടെ ഹിറാ ഗുഹ കേട്ടോ. ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങോട്ട് ശരിക്ക് ഇങ്ങനെ നടക്കാനുള്ള കറക്റ്റ് വഴി പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് നല്ല രീതിയിൽ നല്ല ഇതേപോലത്തെ വഴികളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ഭാവിയിൽ ഇൻഷാ അല്ലാ ഒന്നും കൂടി ആളുകൾക്ക് നല്ല രീതിയിൽ വരാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ക്രമീകരിക്കുന്നതാണ് കേട്ടോ. ഈ മലയുടെ ടോപ്പിലേക്ക് നമ്മൾ കയറുമ്പോൾ കാണുന്ന വ്യൂ ആണ്. ഇതിലൂടെ നമ്മൾ വന്നത്
ഓരോ കല്ലിലും ഇവിടെ വരുന്ന സന്ദർശകർ അവരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഹിന്ദിയിലും അറബിയിലും പല പല ഭാഷകളിലായിട്ടൊക്കെ അവർ വെറുതെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ആളുകൾ അവർ മുസല്ലയൊക്കെ ഇട്ടിട്ടുണ്ട് നിസ്കാരത്തിൻ്റെ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വ്യൂ കേട്ടോ. ഇനി നമുക്ക് അല്പം കൂടെ മുന്നോട്ട് പോയിട്ട് ഇവിടെ ഒരു കുറച്ച് താഴോട്ട് ഇറങ്ങാനുണ്ട്. കുറച്ച് താഴോട്ട് ഇറങ്ങുമ്പോഴാണ് അവിടെ ശരിക്കും നമുക്ക് ഹിറാ ഗുഹ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അതിൻ്റെ മുകളിലെത്തിയപ്പോൾ കണ്ട നമുക്ക് ഒരുപാട് സന്ദർശകരെ നമുക്കവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് സ്വല്പം കൂടി താഴോട്ട് ഇറങ്ങണം. കുറച്ചും കൂടി താഴോട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഹിറാ ഗുഹ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ മുകളിലെത്തിയപ്പോൾ കണ്ട നമുക്ക് ഒരുപാട് സന്ദർശകരെ നമുക്കവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് സ്വല്പം കൂടി താഴോട്ട് ഇറങ്ങണം. കുറച്ചും കൂടി താഴോട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഹിറാ ഗുഹ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കാണുന്നതാണ് ഹിറാ ഗുഹ. അവിടെ ഒരാൾ നിസ്കരിക്കുന്നുണ്ട്. അതാണ് സംഭവം. അങ്ങോട്ട് എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇത്രയുള്ള ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. നമുക്ക് പിന്നെ പ്രത്യേകം വീഴാതിരിക്കാൻ വേണ്ടി കമ്പി കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഈ ഇറങ്ങാനും കയറാനും ഈ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളത്. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ നോക്കി വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങാൻ. ഈ പാറക്കൂട്ടത്തിൻ്റെ അടിയിലൂടെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. കാരണം ഒരു ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് അങ്ങോട്ട് വൺ സൈഡായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഇടുങ്ങിയൊരു വഴി മാത്രമേ ഉള്ളത്. അതിലൂടെ വളരെ ഞെരുങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇത്ര റിസ്ക് തന്നെയാണെങ്കിലും നമ്മളൊക്കെ പോകില്ലേ. കാരണം നമുക്ക് നമ്മുടെ റസൂല് കഴിഞ്ഞിരുന്ന ഓരോ സ്ഥലങ്ങളാണല്ലോ നമ്മൾ കൺമുന്നിൽ കാണുന്നത്. ഇതിലൊക്കെ റസൂല് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നമ്മളത് പോയി കാണാനും അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകതര സന്തോഷമാണ്. നമ്മുടെ മനസ്സിൽ നമ്മളപ്പോൾ ചിന്തിക്കുക, മാഷാ അല്ലാഹ് റസൂല് ഇതിൽ കൂടെയൊക്കെ ആണല്ലോ വന്നിരുന്നത്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആയിരുന്നല്ലോ വളർന്നിരുന്നത്, അല്ലെങ്കിൽ ഇതിൽ കൂടെയൊക്കെ ആയിരുന്നല്ലോ റസൂല് സഞ്ചരിച്ചിരുന്നതെന്നൊക്കെ നമ്മൾ കാണുമ്പോൾ അത് ശരിക്കും നമ്മളെ റിയലിസ്റ്റിക്കായിട്ട് നമ്മളിതൊക്കെ ഇങ്ങനെ അനുഭവിക്കുമ്പോൾ കിട്ടുന്നത് വല്ലാത്തൊരു ഫീലാട്ടോ. നമുക്ക് ഭയങ്കര പ്രശ്നമായിട്ടില്ലേ സീത ഈസാന മാഷാ അല്ലാഹ് ഇവിടെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇവരൊക്കെ ഇവിടെ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാത്തിരിക്കുന്നത്. കാരണം റസൂലിന് ഖുർആൻ ഇറക്കപ്പെട്ട ഒരു സ്ഥലമാണല്ലോ ഇത്. അപ്പോൾ അതിൻ്റെ ഒരു പവിത്രത കൊണ്ട് ഇവിടുന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഇതിൽ ഒരുപാട് പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് എത്രയോ റിസ്ക് എടുത്തിട്ട് ഇങ്ങനെ കയറി വരുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ചു പോകും. പക്ഷേങ്കിൽ ഇവർക്കൊന്നും ആർക്കും ഒരു ടയർഡ്നെസ് ഒന്നുമില്ല. കാരണം ഈ ഒരു പവിത്രമായൊരു സ്ഥലത്താണല്ലോ ഇവർ വരുന്നത്. പക്ഷേ ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് താഴേക്ക് കിട്ടുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. ഇതിങ്ങനെ ഒരുപാട് ബിൽഡിങ്ങുകൾ നമുക്ക് ഈ മലയിടുക്കുകളിൽ ഇങ്ങനെ ഒരുപാട് ബിൽഡിങ്ങുകളായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്.
ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്ത് ഒരുപാട് പാറക്കെട്ടുകളാട്ടോ, ഒരുപാട് വലിയ വലിയ പാറകളൊക്കെയാണ്. ഞാൻ ഇതിൻ്റെ മറ്റൊരു അപ്പുറം വശത്തേക്ക് ഇങ്ങനെ നടന്നു പോയതാണ്. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഭവം ഈ ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഈ ഒരു മലയും അല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റുപാടുകളൊക്കെയാണ്. അന്നത്തെ കാലത്ത് റസൂൽ ഇതിൽ കൂടിയൊക്കെ സഞ്ചരിച്ചിരുന്നല്ലോ, അല്ലെങ്കിൽ ഇതിൽ കൂടിയൊക്കെ വന്നിരുന്നല്ലോ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. അതേപോലെ തന്നെ അതേ വഴിയിലൂടെ തന്നെയാണ് നമ്മൾ തിരിച്ചു പോരുന്നത് കേട്ടോ. എൻ്റെ യാത്രകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു യാത്ര എന്ന് പറയുന്നത് ഇത് തന്നെ കേട്ടോ. ഒരു മടുപ്പും ഇല്ലാണ്ട് വളരെ സന്തോഷത്തിൽ, സത്യം പറഞ്ഞാൽ അവിടെ നമുക്ക് തിരിച്ചു പോരാൻ തന്നെ തോന്നില്ല. അത്രയും വെയിലാണിച്ചെങ്കിലും ആ കാഠിന്യമുള്ള ചൂടാണിച്ചെങ്കിൽ പോലും നമുക്ക് ഇവിടെ തന്നെ അങ്ങനെ നിൽക്കാൻ തോന്നിപ്പോവും. അത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. മസ്ജിദുൽ ഹറമിൻ്റെ അവിടെ നിന്ന് ഏകദേശം 10 to 15 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ കേട്ടോ അവിടേക്കുള്ള ദൂരം. ബസ് സർവീസ് ഉണ്ടാവുകൊണ്ട് നമുക്ക് വളരെ ചീപ്പ് റേറ്റിൽ തന്നെ പോരാം. ഏതായാലും നമ്മൾക്ക് ഉംറയ്ക്ക് വരുന്ന സമയത്ത് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്നും സന്ദർശിക്കാറില്ല. പൊതുവേ അവിടെ ഉംറ ചെയ്തിട്ട് അതേപോലെ തിരിച്ചു പോരാനാണ് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന നല്ലൊരു അനുഭൂതി തന്നെ ആയിരിക്കും ഈ യാത്രകളൊക്കെ. ചരിത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും ഭാഗ്യമായിട്ടുള്ളൊരു നിമിഷം തന്നെയാണ്. ഇതുപോലുള്ള ഒരുപാട് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങൾ മക്കത്തും മദീനത്തൊക്കെ ആയിട്ടുണ്ട്. ഏതായാലും എല്ലായിടത്തും എനിക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങൾക്കും എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രത്യാശയോടുകൂടി ഇന്നിവിടെ പറഞ്ഞു പിരിയുന്നു. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം സോളപ്പൻ.